നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5 മണി സമയമാണ്. നല്ല മഞ്ഞുണ്ട്. നമുക്ക് 6 മണിക്കാണ് ആരതി ദർശനം ബുക്ക് ചെയ്തിരിക്കുന്നത്. എനിക്ക് ആരതി ദർശനം ബുക്ക് ചെയ്ത് തന്നത് നമ്മുടെ ഒരു യൂട്യൂബ് സുഹൃത്താണ്. ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും സഹായം വേണമെങ്കിൽ. കാരണം അവരുടെയൊക്കെ ഹസ്ബൻഡ് ബ്രദേഴ്സൊക്കെ വർക്ക് ചെയ്യുന്നവർ, അയോധ്യയിൽ മിലിറ്ററിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറയാൻ. അങ്ങനെ അതിലൊരാളാണ് എനിക്ക് ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് തന്നത്. ടിക്കറ്റ് ഓൾറെഡി സൈറ്റിലുണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം കഴിഞ്ഞു. ഞാൻ ഒരു 15 ദിവസം മുന്നേ നോക്കിയപ്പോഴേ അത് സൈറ്റ് ഓപ്പൺ ആവുന്നതിന് മുന്നേ ബുക്ക്ഡ് ആവുകയാണ്, നമ്മുടെ തിരുപ്പതിയുടെ കാര്യം പറഞ്ഞ പോലെ. അങ്ങനെ ഞാൻ വിഷമിച്ചിരുന്നപ്പോഴാണ് ഞങ്ങൾ അയോധ്യയിൽ പോകുന്നു കേട്ടപ്പോൾ ഇതുപോലെ കുറച്ച് മെസ്സേജസ് വന്നതും ഞാനങ്ങനെ ഒരാളോട് ഇങ്ങനെ സംസാരിച്ചു. അവരെനിക്ക് ടിക്കറ്റ് എടുത്ത് തന്നു. ഈ യൂട്യൂബ്, ഫേസ്ബുക്ക് കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഉപയോഗം ഇങ്ങനെയാണ്. ഒരുപാട് നല്ല സൗഹൃദങ്ങൾ നമുക്ക് കിട്ടി എന്നുള്ളതാണ്. ശ്രീരാം എന്തോ അയോധ്യ ടിക്കറ്റ് ബുക്കിംഗ് കൊടുക്കുമ്പോൾ അതിൻ്റെ സൈറ്റ് ഓപ്പണായി വരും. അതിലുണ്ട്, നോക്കിയാൽ കിട്ടും. പക്ഷേ നമുക്കെന്തോ ഭയങ്കര തിരക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ബുക്ക് ചെയ്യണം. സൈറ്റ് ഓപ്പൺ ആകുമ്പോൾ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. പക്ഷെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും 6 മണിക്കുള്ള ഫ്രീ ദർശനം VIP പാസ്സാണ് കിട്ടിയിട്ടുള്ളത്. അതിന് പൈസയൊന്നുമില്ല കേട്ടോ. ദർശനം ടിക്കറ്റിന് പൈസയൊന്നുമില്ല. ആരതി ദർശനമാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 6 മണിക്കായതുകൊണ്ട് പാവം ഞാനും വേദയൊക്കെ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ തണുപ്പത്ത് കുളിച്ച് റെഡിയായതേ നിൽക്കുകയാണ്. ഇനി ഒരു ഓട്ടോ നോക്കി നിൽക്കുകയാണ്. 6 മണി സമയം ആയതുകൊണ്ട്, അല്ല 5 മണി സമയമുണ്ട്. ഓട്ടോയൊക്കെ വളരെ കുറവാണ്. 1-2 പേര് വന്നിട്ട് അങ്ങോട്ടൊന്നും പോകില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെ തണുപ്പത്ത് ഞങ്ങളിറങ്ങി ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഉള്ളിൽ അലൗഡല്ല, മിക്കവാറും ഇവിടെ വച്ചിട്ട് പോകേണ്ടി വരും. അപ്പം നമുക്ക് ഉള്ളിലോട്ടൊന്നും കാണിക്കാൻ പറ്റില്ല. രാവിലത്തെ ഒരു വ്യൂ കാണിക്കാനും, നമ്മൾ ദർശനം കഴിഞ്ഞിറങ്ങുമ്പോൾ ലൈറ്റ് വരുമോ എന്നറിയില്ല. വരുവാണെങ്കിൽ നമുക്കപ്പോൾ നല്ല രീതിയിൽ കാണിക്കാവേ. നല്ല തണുപ്പ്, നല്ല മഞ്ഞ്. നമ്മുടെ ഗേറ്റ് നമ്പർ 1 കയറിയിട്ട് ഇതുപോലെ ഒരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. അവിടെ ഇരിക്കാൻ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ബാഗും സാധനങ്ങളും ലോക്കർ ഇവിടെ ഉണ്ട്, ഇവിടെ കൊടുക്കാൻ പറഞ്ഞ് അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ദർശനം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. മഞ്ഞെന്ന് പറഞ്ഞാൽ അമ്പലം പോലും ശരിക്കും പറഞ്ഞാൽ കാണുകയോ ഒരു ഫോട്ടോ എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. 8:30 മണിയായിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ഹനുമാൻ സ്വാമിയുടെ അവിടെയും പോയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. നമുക്കൊന്നുകൂടെ ഹനുമാൻ സ്വാമിയുടെ അവിടെ പോവാം. അവിടെ ബാഗൊക്കെ കൊണ്ടുപോകാം കേട്ടോ. കൊണ്ടുപോകാൻ പറ്റില്ല എന്നേരി അതുവഴി ഇറങ്ങാൻ പറ്റും. അങ്ങനെ ഇറങ്ങി കണ്ടിട്ടൊക്കെയാണ് വന്നത്. 8:30 മണിയായി. മഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. മുഖത്തൊക്കെ മഴ പൊടിഞ്ഞ് ഇങ്ങനെ വീഴും പോലെ വീണുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ തണുപ്പ് അത്രയ്ക്ക് എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര ഫോഗായിട്ട് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ഭീകര മഞ്ഞ് കേട്ടോ. നമുക്ക് ഇതുവഴി ഇറങ്ങാൻ പറ്റും. അതുവഴി പോകാന്നാ. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഞങ്ങൾ ഹനുമാൻ സ്വാമിയുടെ അവിടെയൊക്കെ പോയിട്ട് നോക്കിയപ്പോൾ എല്ലാവരും ഫോണൊക്കെ യൂസ് ചെയ്യുന്നു. അപ്പോൾ ബാഗ് എടുത്തിട്ട് നിങ്ങളൊക്കെ ഒന്ന് കാണിക്കണ്ടേ, അതുകൊണ്ട് അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാൻ നേരി. അമ്പലം ദേ അങ്ങോട്ടാണ്. ഞങ്ങൾ പോലും ശരിക്കും പറഞ്ഞാൽ അമ്പലം നേരെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. ഭയങ്കര ബുദ്ധിമുട്ടോ. ഒട്ടും കാണാൻ പറ്റുന്നില്ല. ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ വിഷമത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പക്ഷേ ദർശനം നല്ല രീതിയിൽ കഴിഞ്ഞു. ഫ്രണ്ടിൽ തന്നെ നിന്ന് ആരതിയൊക്കെ കണ്ട് തൊഴുതിറങ്ങാൻ പറ്റി. ഞങ്ങൾ കയറിയപ്പോൾ തിരക്കുണ്ടായിരുന്നില്ല. കുറച്ച് പേര് അങ്ങനെ ഫ്രീ ആരതി ടിക്കറ്റ്, സ്പെഷ്യൽ ദർശനം ടിക്കറ്റ് എടുത്തവർക്ക് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ആ സമയം. പിന്നെ ഒരു കുഞ്ഞ് കുടത്തിൽ, ഇത്രയുള്ളൊരു കുടത്തിൽ ഒരു സ്വീറ്റൊക്കെ പ്രസാദമായിട്ട് കിട്ടി. അയോധ്യയുടെ ഭംഗി നമുക്കും കാണാൻ പറ്റിയിട്ടില്ല, നിങ്ങൾക്കും കാണിച്ചു തരാൻ പറ്റുന്നില്ല. മൂടിക്കെട്ടി നിൽക്കുകയാണ്, ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ കരുതി ഒന്ന് ഫുഡൊക്കെ കഴിച്ച് ഇനി ഇവിടെ നമ്മുടെ ഏത് രാജാവിൻ്റെ, ദശരഥ മഹാരാജാവിൻ്റെ കൊട്ടാരമൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് ഇറങ്ങുമ്പോൾ ഒന്ന് മഞ്ഞ് മാറുമെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ കാണിക്കാം. എന്തായാലും അമ്പലത്തിൻ്റെ അതുവരെ നമുക്ക് ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് കാണിക്കാം, ഇതിൻ്റെ എൻട്രൻസ് ഒന്ന് കാണിക്കാം. അല്ലാതെ ഒന്നും കാണിക്കാനൊന്നും പറ്റില്ല കേട്ടോ. പക്ഷെ ഹനുമാൻ സ്വാമിയുടെ അവിടെയൊക്കെ കാണിക്കാൻ പറ്റും. നിറയെ കുരങ്ങന്മാരൊക്കെ ഉണ്ട്. ഓ, ഏട്ടൻ ഇവിടെ മോദിജി കുത്തിയ കൊടി കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞ് വിഷമത്തിൽ നടക്കുന്നുണ്ട്. ഒന്നും കാണാൻ പറ്റുന്നില്ല. അമ്പലം പോലും ശരിക്കും കാണാം. രാവിലെ ഇത്രയും മഞ്ഞിലിരുന്ന് ഇപ്പോൾ സമയം ആയി വരുന്നതോറും മഞ്ഞ് കൂടിക്കൂടി വരുവാണ്. ഇവിടെ നല്ല മഞ്ഞ് കേട്ടോ. നല്ല മഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ വാരണാസിയിലും മധുര, ജയ്പൂർ, രാജസ്ഥാനൊക്കെ പോയിട്ടൊന്നും ഞാൻ ഇത്രയും മഞ്ഞ് കണ്ടിട്ടില്ല. ഈ റൂട്ടിലും അതേ മഞ്ഞ്. ഇവിടെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞൊരു ഫോട്ടോ പോലും ശരിക്കും എടുത്തില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ഒരു 12 മണിയൊക്കെ ആയിട്ട് നമ്മളെന്തായാലും 12 മണിയൊക്കെ ഇവിടെ കാണും. ഇവിടെ ഇനി കാണാനായിട്ട് ആ കൊട്ടാരമുണ്ട്, അവിടെ ഒരു പാർക്കുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഒരു ദിവസം നമുക്കിവിടെ സ്റ്റേ ഉള്ളൂ. നമുക്കറിയാവുന്ന കുറച്ച് സ്ഥലങ്ങൾ, പ്രശസ്തമായിട്ടുള്ള കുറച്ച് അയോധ്യയിലെ സ്ഥലങ്ങളിൽ ഇപ്പോൾ കണ്ടിട്ട് വരാം. മരത്തിൽ ലൈറ്റ് ഇട്ടൊക്കെയാണെന്ന് തോന്നുന്നു. കുട്ട പോലെ സെറ്റ് ചെയ്തിട്ട്
ഒരു ബാഗ് എടുത്തോണ്ട് പോയി ഇത്ര നടക്കണ്ടിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് എടുത്തോണ്ട് പോയിരുന്നു. കനക് ഭവൻ, ദശരഥ മഹൽ, ഹനുമാൻ ഗാഡി. ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്നു. 8:30 മണിയായി. അവിടെയൊക്കെ കടകൾ തുറന്നു വരുന്നേ ഉള്ളൂ. നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് രാമഭൂമിയിൽ കയറി തൊഴുതിട്ട് ഇതുവഴി ഇറങ്ങി ഇവിടെ നിന്ന് ചായയും കടല, നല്ല ചൂടോടെ ഇങ്ങനെ വേവിച്ച കടല ഉണ്ടായിരുന്നു, അതും വാങ്ങി കഴിച്ചു. ഇനി നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. വരുന്ന വഴിക്ക് തന്തൂരി ചായയൊക്കെ കണ്ട് നമുക്ക് അതൊക്കെ കുടിക്കാവേ. എന്തോ സ്വീറ്റൊക്കെ കഴിക്കുന്നുണ്ട്. മുളപ്പിച്ച പയറ്, കടല, കപ്പലണ്ടി എല്ലാം ഉണ്ട്. പിന്നെ രാവിലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ സൈഡിലെ ഫ്രൂട്ട്സ്, ഈ സൈഡിലല്ല, പോണ വഴിക്കെല്ലാം ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ചായയും കടലയൊക്കെ കഴിച്ചത്. നല്ലതായിരുന്നു അത്. ഇവിടെ നിറയെ കടകളുണ്ട്, പക്ഷേ എല്ലാം സ്ട്രീറ്റാണ്. ഓപ്പണായൊക്കെ വരുന്നതേ ഉള്ളൂ. കച്ചോടിയും ഇതൊക്കെ ഉള്ളൂ. ദോശ ഇഡ്ഡലി ഒന്നും കിട്ടത്തില്ല. നമ്മൾ പോയപ്പോൾ രാവിലെ 6 മണിക്കായിരുന്നു ദർശനം. നമ്മൾ 5:30 എത്തി. 6 മണിക്ക് 6:30 വരെ 7 മണി വരെ എന്തോ പൂജയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഇവിടെ എങ്ങും കടകളില്ലായിരുന്നു. അത് ഫ്രീ ആരതി തന്നെയാണ് സൈറ്റിലെല്ലാം വരുന്നത്. ഒരു 10 ദിവസം മുന്നേ നിങ്ങൾ 6 ദിവസം മുന്നേ എന്തോ കേട്ടോ അതിൻ്റെ സൈറ്റ് ഓപ്പൺ ആവുന്നത്, ഡേറ്റ് ഓപ്പൺ ആവുന്നത്. അത് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തില്ലെങ്കിൽ വീണ്ടും ഫുള്ളാവും. മഴത്തുള്ളി പോലെ മഞ്ഞ് വന്ന് വീഴുകയാണ്. ശ്രീ ദുർഗാജി, ശ്രീ ഗംഗാജി മന്ദിർ, ശിവാലിംഗ് മന്ദിർ. ഇവിടെ കയറി ഒന്ന് തൊഴുതിട്ട് പോവാം. കാലൊക്കെ ഐസ് കണക്കായി. സോക്സ് ഇട്ടിട്ടുണ്ടായിരുന്നേ. ഹനുമാസ്വാമിയുടെ അവിടെ കയറിയപ്പം നനഞ്ഞിട്ട് സോക്സ് എല്ലാം പിന്നെ ഊരി വെച്ചിരിക്കുന്നു. ഇവിടെ മാർബിളിൽ തൊട്ടപ്പോൾ കാലെല്ലാം ഐസ് കണക്ക് തണുക്കണം. ഇവിടുത്തെ ദൈവങ്ങളെല്ലാം മാർബിളിലൊക്കെ തീർത്തിട്ട് വലിയ വിഗ്രഹങ്ങളാണ് കേട്ടോ. നമ്മളവിടുത്തെ പോലെ കുഞ്ഞു വിഗ്രഹം അങ്ങനെയൊന്നുമല്ല, വലിയ രൂപത്തിലാണ് അവർ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ യൂട്യൂബ് വഴിയും ഫേസ്ബുക്ക് വഴിയും എനിക്ക് കിട്ടിയ സൗഹൃദങ്ങളെന്ന് പറയുന്നത് വളരെ വലുതാണ്. നമുക്ക് ഏതെങ്കിലുമൊക്കെ ഇതുപോലെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരുപാട് സഹായമൊക്കെ കിട്ടും. മൃദുസഞ്ജീവിനിയാണത്. എന്തൊക്കെ പറയണ. ബോട്ടിലിൽ വെക്കുമ്പോ ഇതുപോലെ ആയി വരുമെന്നല്ലേ? എത്ര ദിവസം ഇരിക്കും ചോര്? 12 महीना रहेगा सर जी। 15 वर्ष पॉट में, फ्लावर में, बाउल में, गार्डन में कहीं लगाइए, चलता रहेगा। सारे लोग कितना रुपये? 50 का 2 है, 100 का 5 है। എന്തോന്ന് 50 രൂപ ആണോ? ഇരിക്കുമെങ്കിൽ വാങ്ങിക്കായിരുന്നു. തിരിച്ചു വാങ്ങിയാൽ തിരിച്ചു തൊഴിയെല്ലാം പറഞ്ഞെങ്കിൽ രണ്ടെണ്ണം വാങ്ങിച്ചിട്ട് പോവാം. എത്ര എണ്ണം കിത്തന? 50 का 2 है, 100 का 4। 50. ഇത് വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ ഇങ്ങനെ ആവും. 12 വർഷം വരെ ഇരിക്കുമെന്നാണ് പറയുന്നത്. 4 ഇട്. മാസോ? ആഹാ, ഞാൻ കരുതി 12 വർഷം. ഇരിക്കട്ടെ, മമ്മിക്ക് തന്നെ. വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കുമ്പോൾ ഇത് കുറേ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടാ. കുറേ ആയിരിക്കാം ഭംഗിയിലിരിക്കുന്നത്. എന്തായാലും വാങ്ങിച്ചു. ഞാൻ അവിടെ മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ടേ ഇരിക്കുന്നില്ല, അതുകൊണ്ട് പിന്നെ ഇത് വെച്ച് നോക്കാം. ഇതെന്തോ സന്യാസിമാര സെറ്റപ്പാണ്. ഈ രാമനെയും സീത ഇങ്ങനെ ആട്ടുന്നതിന് കാശ് കൊടുക്കണമെന്ന് തോന്നുന്നു. നോക്ക്, ഇത് കറങ്ങി നോക്ക്. കണ്ടടാ എത്ര കൈയുണ്ടെന്ന് തന്നെ നോക്കണതാ. കരിമ്പും ഫ്രൂട്ട്സും ഒക്കെ പറക്കിക്കൊണ്ട് പോയി കഴിക്കണേ. നീക്കോളേ, 4 സൈഡിലും ഉണ്ട്. എവിടെ നിന്നെങ്കിലും കൊണ്ടുപോയാൽ പോയതാണ്. ഇതൊക്കെ എന്താ സാധനം? പൊട്ടറ്റയാ? ആലു ഇതൊന്നും ഇതൊക്കെ എനിക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കണ്ടോ. ഇവിടെ ഏതെങ്കിലും ഒരു കടയിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടോ? ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തെറ്റുണ്ടോ? നമ്മുടെ അവിടെ ആണെങ്കിൽ രാവിലെ തുടങ്ങി ഇഡ്ഡലി, ദോശ, ഉപ്മാവ്, പൂരി, പൊങ്കലില്ല, പൊറോട്ട, ബീഫ് ഇവിടെ പറഞ്ഞാൽ കിട്ടും. പൊറോട്ട എല്ലാം കിട്ടും. അവിടെ തന്തൂരി ചായ ഉണ്ട് കേട്ടാ, അത് കുടിക്കാൻ. ഇതുവഴിയാണ് അങ്ങോട്ട് പോയി ബാഗ് എടുത്തതേ. അപ്പോഴും വേദ കണ്ടുപിടിച്ചതാണ് തന്തൂരി ചായ. എന്നാൽ പിന്നെ അത് കുടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. തീൻ
ഏ ഭയ്യ 3 തന്തൂരി ചായ. അതിൽ നിന്ന് ചൂടായി കിടക്കണ ഒരെണ്ണം എടുക്കും. നല്ല കനലുള്ളത്. थोड़ा पीछे हो गया ഓ ദൂരോട്ട് നിൽക്കാൻ. കർപ്പൂരം എന്തോ ഒഴിച്ചിട്ടാണേ. ഇതാണ് തന്തൂരി ചായ. കർപ്പൂരം അതിലിട്ട് തീയാക്കി. ഷുഗർ തന്നെ कई चाय चाहिए आपको 3 ഏ ക്യാ ഹേ ചീനി ഷുഗർ ആണ് കേട്ടോ. ആ കനൽ വന്നതിൽ ഷുഗർ ഇട്ട് വീശുമ്പോൾ തീ വരും. തീ വരുന്നതിൽ കണ്ടോ ഇങ്ങനെ ഒഴിച്ച് എടുക്കും. എന്നിട്ട് ആ കുടം കളഞ്ഞിട്ട് വീണ്ടും ആ കനലിൽ നിന്ന് ഒരു കുടം എടുത്തിട്ട് വീണ്ടും ചായ തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. നോക്ക് തിളക്കുന്ന നോക്ക്. നേരത്തെ ഒഴിച്ച ആ കലം കളഞ്ഞു കേട്ടോ. അപ്പോഴേക്കും ഞാൻ വീഡിയോ കട്ട് ചെയ്തു. ഇനി 3 ഗ്ലാസ്സിലാക്കി തരും. ഇവിടെ ബൈ ചൂട്. വേറൊരു ടേസ്റ്റ് കേട്ടോ ഈ ചായക്ക്. വേറൊരു ടേസ്റ്റ്. ഇഞ്ചിയൊന്നും അല്ല കേട്ടാ. ഇത് കൊള്ളാം. ഇഞ്ചി गुड़ की ഉണ്ടോ? होती है ഏഹ് गुड़ की കൂൾ ആ തണുപ്പിച്ചേർന്നോന്ന്. ദേ ബാട്ടി ചോക്ക ഉണ്ടാക്കണം. ഇതാണ് നമ്മൾ അന്ന് മധ്യപ്രദേശിൽ കണ്ട ബ്രിഞ്ചോള ചുട്ടുണ്ടാക്കണത്. അതായത് അവരുണ്ടാക്കിയിരിക്കുന്നത്. ഇസ്കാ അന്തർ ബ്രിഞ്ചോൾ എന്ത് സാധനം? ചന ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ ബാട്ടി ചോക്ക നെയ്യിൽ ഡിപ്പ് ചെയ്ത് അതിനോടൊരു ഗ്രേവിയും വെച്ചാണ് കൊടുക്കുന്നത്. അതിൻ്റെ പുള്ളി അതിന് തുറന്ന് അയാളെ കഴിക്കട്ടെ. കിച്ചോടിയൊക്കെയാണ് കേട്ടോ. പപ്പട് ചാറ്റ് കോർണർ ഇതൊക്കെയാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് മിക്കവാറും ഇതൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. നമുക്ക് ഹനുമാൻ സ്വാമിയുടെ അങ്ങോട്ട് പോവാം. എന്നിട്ട് ഇവിടെ കയറാം. ഇവിടെയാണ് ദശരഥ രാജ് കി മഹൽ. നോക്ക് ആ വേസ്റ്റ് പോണ ഡ്രെയിനേജിൻ്റെ അവിടെ ക്ലോറിൻ ഇട്ടൊക്കെയാണ്. അതൊരു നല്ലതാണ് കേട്ടോ. അപ്പോൾ സ്മെല്ലും വരില്ല. ഈ ഒരു വൃത്തിയില്ലായ്മ തോന്നുന്നില്ല. ഇതിപ്പോൾ ചെറിയ മഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് തറയെല്ലാം നനഞ്ഞ് കിടക്കുകയാണേ. അതിൻ്റെ ഒരു നനഞ്ഞ് കിടക്കുന്നതിൻ്റെ ഒരു വൃത്തിക്കുറവുണ്ട്. ചെറിയ സ്മെല്ലും ഒക്കെ ഉണ്ട്. എങ്കിലും അവർ മാക്സിമം വൃത്തിയായിട്ടിടാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു അയോധ്യ സത്യം പറഞ്ഞാൽ. ഫ്രൂട്ട്സ്, കട്ട് ഫ്രൂട്ട്സ്, സ്റ്റാർ ഫ്രൂട്ട്, പേരയ്ക്ക, പപ്പായ, ഇതെന്താ കോണ് നോക്കട്ടെ. നമുക്ക് അങ്ങോട്ട് പോട്ടെ. വൃത്തി നോക്കി നമുക്ക് കഴിക്കാം. ഇത് കോണ്. എന്തായാലും അയോധ്യ കൊള്ളാൻ എനിക്കിഷ്ടമായി. നമ്മൾ തിരുപ്പതിയുടെയൊക്കെ ഒരു ഇതുണ്ട്. പക്ഷെ അമ്പലം ശരിക്കും പറഞ്ഞാൽ ഒന്ന് കാണാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു ഇതേ ഉള്ളൂ. മൊത്തത്തിൽ കൊള്ളാം. എനിക്കിവിടുത്തെ അകത്ത് കണ്ടോ അല്ല നേരെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അകത്തൊന്നും ക്യാമറ അലോഡല്ല. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഇഷ്ടപ്പെടാനുള്ള കാരണം അത്രയേറെ തിരക്കും ബഹളവും ഒന്നുമില്ല. വാരണാസി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളവും തിരക്കും ഭയങ്കര ക്രൗഡ്. നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ക്രൗഡ്. അപ്പോൾ നമ്മൾ മടുത്തു. അതാണ് വാരണാസി. അമ്പല പരിസരം കേട്ടോ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. വലിയ രീതിയിൽ ഇപ്പോൾ തിരക്കില്ല. ഇനി അങ്ങോട്ട് തിരക്കാണോ എന്നറിയില്ല. വണ്ടികളും ബഹളങ്ങളും കുറവാണ്. വണ്ടി ഇല്ലാത്തത് തന്നെയാണ് ഏറ്റവും വലിയൊരു ആശ്വാസം. മറ്റേ 2 വീലർ നമ്മൾ ഇടിച്ചിട്ടുണ്ട് ഇപ്പോൾ. ഇവിടെ അതില്ല. ഏട്ടാ എനിക്ക് ആ സാധനം വാങ്ങിച്ചേരണേ. ഈ സാധനം ഞാൻ റീൽസിൽ കണ്ടിട്ടുണ്ടേ. ഇതൊരെണ്ണം വാങ്ങിക്കണം എന്തായാലും. भैया कितना रुपये है? 50 का 6 पीस है। कितना 10 रुपये? 10 का एक है, 50 का 6 पीस। അപ്പോൾ ഒരെണ്ണം തരാൻ പറ. ഇതിന് इससे भगवान श्री राम के 14 वर्ष वनवास में खाया था खाने में मीठ. കഴിച്ചിരുന്ന വനവാസത്തിലായിരുന്നപ്പോൾ കഴിച്ചിരുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെയല്ലേ എഴുതിയേക്കണേ? വനവാസത്തിലായിരുന്നപ്പോൾ കഴിച്ച സാധനം അങ്ങനെ എന്തോ ആണ്. നമ്മൾ 50 റുപ്പീസിന് പറഞ്ഞ കേട്ടോ. 3, 4, 5, 6, 7 എണ്ണം 50 റുപ്പി. മധുരവും എനിക്കിഷ്ടമായില്ല. തെങ്ങിന്റെ ഇതുപോലെ. പക്ഷെ ഇത് ഭയങ്കര ഹാർഡ്. എനിക്കിഷ്ടമായില്ല. വേദക്കായിരുന്നു ഇഷ്ടമായി. തെങ്ങിന്റെ മണ്ട ഞാൻ കഴിച്ചിട്ടുണ്ട്. അത് വേറെ ടേസ്റ്റാണ്. അത് കഴിക്കാൻ കുറച്ചുകൂടി. ഇത്
ഭയങ്കര ബലം, മുഖ്യ സാധനം. കച്ചോടി കിച്ചോടി നമ്മളെവിടെ നിന്ന് കഴിക്കാം. ഇവിടെ എല്ലാം ഇങ്ങനത്തെ സ്ട്രീറ്റ് ഫുഡേ ഉള്ളൂ. ഇതിഷ്ടം പോലെ ഉണ്ട്. ഇവിടെ നിന്ന് എവിടെന്നെങ്കിലും ഇന്ന് കഴിപ്പ് നടക്കും. ഇവിടെ കൂടുതലും സ്വീറ്റ്സ് ഒക്കെ കേട്ടോ. ഹനുമാൻ സ്വാമിക്ക് ഇതിൽ നിന്ന് സ്വീറ്റ്സ് വാങ്ങി ഇങ്ങനെ നടയിൽ അവരിങ്ങനെ കാണിക്കും. ഇങ്ങോട്ട് കാണിക്കും. നടയിൽ ഇങ്ങനെ കാണിച്ചിട്ട് ആ സ്വീറ്റ് നമുക്ക് തരും. എല്ലാവരും അങ്ങനെയാണ് വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അതിനെപ്പറ്റി നമുക്ക് അറിയില്ലായിരുന്നു. അവിടെ മുകളിൽ ചെയ്യണ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അവിടെ രാമൻ്റെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡ് വഴി നടക്കുമ്പോൾ കുറച്ചൊരു 500 മീറ്റർ നടക്കുമ്പോൾ 500-800 മീറ്ററൊക്കെ നടക്കുമ്പോഴേക്ക് ഹനുമാൻ സ്വാമി ക്ഷേത്രമായി കേട്ടോ. ഇതാണ് ഹനുമാൻ സ്വാമി ക്ഷേത്രം, ഹനുമാൻ ഘാടി, അയോധ്യ. ഭയങ്കര തിരക്ക് കേട്ടോ. നമ്മൾ വന്നപ്പോൾ തിരക്കില്ലായിരുന്നു. പെട്ടെന്ന് കയറി തൊഴുതിട്ട് വന്നു. ഇതാണ് അമ്പലം. ഉറപ്പായിട്ടും നമ്മളിവിടെ വരിക കേട്ടോ. രാമനെ കണ്ടാൽ ഹനുമാൻ സ്വാമിയെ കൂടെ കാണണം. അദ്ദേഹത്തിൻ്റെ കമ്പാനിയനാണ് ഹനുമാൻ സ്വാമി. ഇപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ വന്നേ പറ്റത്തുള്ളൂ. വരിക. നമ്മൾ വന്നപ്പോൾ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. ഇപ്പം നല്ല തിരക്കുണ്ട് കേട്ടോ. ഞങ്ങൾ പെട്ടെന്ന് കയറി തൊഴുതിട്ടൊക്കെ ഇറങ്ങി. ഹനുമാൻ സ്വാമി മന്ദിർ കണ്ടല്ലോ. നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് എവിടെ ഇനി ദശരഥ മഹാരാജാവിൻ്റെ കൊട്ടാരം കാണാൻ പോവാം. ഇത് എവിടെ നിന്ന് വെള്ളം, ഭയങ്കര വെള്ളം. നമ്മൾ അമ്പലത്തിൽ ദർശനം കഴിഞ്ഞ് തിരിച്ചിറക്കി വിടുന്നത് ഈ വഴിയാട്ടോ. വന്നപ്പോൾ ഇവിടെ വലിയ ഗുലാബ് ജാമുനൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കണ്ടേ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഗുലാബ് ജാമുൻ വാങ്ങണേടാ. ഇവിടെ ഉണ്ടാക്കണുണ്ട്. ഇവിടെയാണോ ജിലേബിയും തൈരും കൂടെയുള്ള ഒരു കോമ്പിനേഷൻ, ദഹി ജിലേബി. ഇവിടെയാണോ എന്തോ അത്. ക്യാരറ്റ് ഹൽവ, ഗുലാബ് ജാമുൻ. ഇതാ കണ്ട വലിയ ഗുലാബ് ജാമുൻ. കോളിഫ്ലവർ ബജി നമ്മൾ ഒരു സെറ്റ് വാങ്ങിക്കാമെന്ന് കരുതിയേ. ചൂടോടെ ഉണ്ടാക്കുന്നു. എന്തായാലും ഇവിടെ നിന്ന് ഈ ഫുഡൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ പിന്നെ ചട്നിയൊക്കെ ഒഴിച്ച് തരുന്നത് എന്നെ കൊള്ളാമോ തോന്നും. 1, 2, 3, 4, 5 എണ്ണം 20 രൂപയാണ് ഇതിൻ്റെ വില എന്ന് കേട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ കൊള്ളാം. കടലമാവിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കോളിഫ്ലവർ ഉണ്ട്, കാണാൻ പോലും ഇല്ല. പേസ്റ്റാക്കി വെച്ചേക്കണാണോ എന്നറിയില്ല. ഇവിടെ ഫുൾ ക്ലോറിൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെന്തായാലും നല്ലൊരു സംഭവം. കുഴപ്പമില്ല. കടലമാവാണ് കൂടുതൽ. അതായിരിക്കും വേദയ്ക്ക് ഇഷ്ടപ്പെടാത്തത്. വേദയ്ക്ക് കോണ് മതി. നിങ്ങൾക്ക് കോണ് വാങ്ങിച്ചു തരാം. ഒരു ഒണിയും പക്കോട. വേദയ്ക്ക് ഒണിയും പക്കോട ആണെന്ന് പറയണം. നല്ല മല്ലിയിലൊക്കെ നല്ല ഇതുണ്ട് കേട്ടോ. കുണിയും പകുതി കഴിയടി അച്ചേട്ടാ വയല്. മുളക് ബജിയൊക്കെ ഉണ്ട് കേട്ടോ. ആ കോളിഫ്ലവർ ബജിയെക്കാട്ടി ഇത് കൊള്ളാം. ഓണിയൻ പക്കോട. നല്ല സാധനം. നമ്മളെ ഉള്ളിക്കട പോലെ. എന്താ വേണം? എരിയണ അത് മിർച്ചി ചമ്മന്തിയാണ്. എന്താ മലായി ആണോ? മലായി വേണ്ട വേണ്ട, കണ്ടിട്ട് ലുക്കില്ല. 20 രൂപയുള്ള കേട്ടോ ഓണിയൻ പക്കോട. എന്തായാലും വയറ് ഏകദേശം നിറഞ്ഞ്. എങ്കിലും ഒരു കച്ചോടി കഴിക്കണം. വെള്ളം അധികം കാണാനെടുത്തോ. ഇവിടെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി ഫേമസ് ഫുഡ് സ്പോട്സ്. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. സ്ട്രീറ്റിലെ ഫുഡൊക്കെ ഈ പിക്കോടൊക്കെ. ദഹി ജിലേബി ഇവിടുത്തെ ഫേമസ് ആണെന്ന് പറഞ്ഞു. അത് വിയേർഡ് കോമ്പിനേഷൻ അല്ലേ, ജിലേബിയും തൈരും. ദഹി എന്ന് പറഞ്ഞാൽ തൈര്. അവിടെ നിന്നൊരു പപ്പടം കൂടെ വാങ്ങിച്ചിട്ട് നമുക്ക്. അത് കച്ചോടിയല്ല, പപ്പടാണ്. എന്തോന്ന് ചെയ്യണത് പറഞ്ഞിട്ട് ഒരു മൈൻഡില്ല. കേട്ടില്ല. ഉണ്ടോ? കേട്ടില്ല. അത് ബേൽപൂരി പോലെ എന്തോണെന്ന് തോന്നുന്നു. കച്ചോടിയല്ല, ബസ്. എന്തൊക്കെ കോരി ഇരിക്കണം.
ഇത് ഇന്നലെ അവിടെ വാരണാസിയിലൊക്കെ എല്ലാവരും ഇരുന്ന് കഴിക്കുന്നുണ്ടല്ലേ. ബസ് 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 എല്ലാം കുറച്ച് മതി ഭാര്യയൊക്കെ ഇടുന്നത്. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ത് സാധനം. ഇത് കച്ചോടിയല്ല കേട്ടോ. പപ്പട് ചാറ്റ്. തൈരാ പാലാ. एक और स्पून. ചൂടില്ല. ബേൽപൂരിയുടെ ഒക്കെ ടേസ്റ്റ് അല്ലേ. പപ്പടത്തിനെക്കാട്ടി കൂടുതൽ കറിയാണുള്ളത്. ഡാലല്ല, ഗ്രീൻ പീസ്. ഇഷ്ടപ്പെട്ടില്ലേ? ഒരു ബേൽപൂരി ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ടായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് റെഡി. കോളിഫ്ലവർ ബജി, അണിയൻ പക്കോട, പപ്പട് ചാറ്റ്. ചാറ്റ് എന്ന് പറയുമ്പോൾ ബേൽപൂരിയുടെ വേറെ ഒന്ന് തന്നെ എല്ലായപ്പോൾ വയറ് ഫുൾ. സമോസ ചാറ്റ് തന്നെ അത് തന്നെ. മങ്കി പൂ തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഓ ഇത് മറ്റേ സെൽഫി സർക്കിൾ, ഇത് സെൽഫി എടുക്കണത് എന്താണ് പറയുന്നത്? വൈകിടാ ഇതിൽ സൈഡിൽ വൈ. നമ്മളിതിപ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ കയറി. പാർക്കാണെന്ന് തോന്നുന്നു, അമ്പലമല്ല. നോക്കട്ടെ എന്താണ് സംഭവം. അത് അമ്പലം തന്നെ. എന്തായാലും വയറ് നിറഞ്ഞിട്ട് എല്ലാം കൂടി കഴിച്ചപ്പോൾ. ഹനുമാൻ സ്വാമിയുടെ ഒരു സ്റ്റാച്യു. ഇവിടെ ജസ്റ്റ് ഒരു പാർക്ക് പോലെ കേട്ടോ, വേറെ ഒന്നുമില്ല. ഒരു ഫോട്ടോ ഒക്കെ വേണമെങ്കിൽ എടുക്കാൻ പോവാം, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആൾക്കാർ അങ്ങോട്ട് കയറി പോകുന്നു. ഓ എന്തോ മന്ദിർ അല്ലേ, അവിടെ ഒന്ന് കയറി ചേരാം നമുക്ക്. മഞ്ഞ് കൂടി കൂടി വരണം നോക്ക്. ഇപ്പോൾ കുറച്ചുകൂടെ മഞ്ഞായി. ഇത് ഈ അമ്പലത്തിലേക്കുള്ള വഴിയാട്ടോ. ഇതെന്ത് അമ്പലമാണെന്ന് ചോദിച്ചാൽ അറിയില്ല. അവിടെ എന്തോ ഒരു ബോർഡ് വെച്ചിരുന്നു, എന്തോ ശ്രീരാം എന്നൊക്കെ പറഞ്ഞ ബോർഡ് വെച്ചിരുന്നു. അപ്പൊ അവിടെ കാറൊക്കെ കിടക്കണം. ഓ മഞ്ഞ് കൂടി കൂടി വരണ്ടേ, ഭയങ്കര മഞ്ഞ്. ഇപ്പൊ 9 മണിയാവും, എന്നിട്ട് കൂടി കൂടി വരണം. ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെ ആണോ അതോ ഇന്നത്തെ ക്ലൈമറ്റ് ഇങ്ങനെ ആയതാണോ എന്താണെന്ന് അറിയില്ല. എന്തോടാ. ഇതാണ് പ്രാചീൻ ശ്രീ രാജ്ദ്വാർ മന്ദിർ, അയോധ്യ. എനിക്ക് തോന്നുന്നു ദർശൻ മാർഗ്. പഴയ അവിടെ അമ്പലം കെട്ടുന്നതിന് മുന്നേ ഇവിടെ ആയിരുന്നായിരിക്കാം എന്നാണ് തോന്നുന്നത്. പ്രാചീനം എന്ന് പറയാൻ കൊടുത്തേക്കൊണ്ട് പറഞ്ഞതാട്ടോ. കയറിയിട്ട് വരാം. 500 വർഷം പഴക്കമുള്ള അമ്പലമാണ് കേട്ടോ. രാമൻ്റെ അല്ല. ഞാൻ കരുതി രാമൻ അവിടെ പ്രതിഷ്ഠിക്കുന്നതിന് മുന്നേ ഇവിടെ ആയിരിക്കും എന്ന് കരുതി. അതല്ല. കാലൊക്കെ തണുത്ത് ഭയങ്കര മഞ്ഞ്. അയോധ്യ അതെ, ഹനുമാൻ സ്വാമിയൊന്നും കാണാനില്ല. മഞ്ഞ് കാരണം അമ്പലം, അയോധ്യ അമ്പലം ഒന്നും നേരെ കാണാൻ പറ്റില്ല. 1 മണിയൊക്കെ അമ്പലം ഭംഗി പുറമേ. അടുത്ത് നമ്മൾ ഇനി ദശരഥ രാജ്മഹലിലേക്ക് പോവാണ്. ദശരഥ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോവാട്ടോ. ഇത്രയേറെ തണുപ്പുണ്ടെങ്കിലും മഞ്ഞുണ്ടെങ്കിലും വലിയ തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇതൊക്കെ ഇട്ട് കവർ ചെയ്തേക്കണോണ്ടാണോ എന്നറിയില്ല. പക്ഷെ എവിടെയെങ്കിലൊക്കെ ചെന്ന് ഇരിക്കുമ്പോഴൊക്കെ ഭയങ്കര തണുപ്പാട്ടോ. എന്തോ സാധനം വാങ്ങിക്കാൻ? ആ ഭയ്യ ഏക്ക് ഏക്ക് മിർച്ചി. ആ ബട്ടർ. നിമ്പുവിൻ്റെ ആളാണ്. നിമ്പു വെറുതെ കഴിക്കുന്ന ആളാണ് വേദ. ചാറ്റ് മസാല, ഉപ്പ്. ശ്രീരാമൻ നമ്മൾ കണ്ടല്ലോ, കണ്ട് നല്ല രീതിയിൽ തൊഴുതു. പരിപാടി കഴിഞ്ഞു. ओके मान चो कितना कितना
50. 50. ഗൂഗിൾ പേ കൊള്ളാമോ? കൊള്ളാം, നല്ല പുളിയൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കും വേദയ്ക്കും വയറ് നിറങ്ങേ. അപ്പം ഏട്ടൻ ബാട്ടി ചോക്ക് കഴിക്കാമെന്ന് പറഞ്ഞ് നമുക്കിനി ഇതിനകത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഏട്ടനൊന്നും കഴിച്ചില്ല കേട്ടോ, നമ്മൾ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഏട്ടൻ ബാട്ടി ചോക്ക് അതൊക്കെ ഇവിടെ ഇതൊക്കെ ഉള്ളൂ. അപ്പം അങ്ങനെ കഴിക്കാൻ വേണ്ടി പോവാണ്. മസാല ചായ, ബ്രെഡ് ടോസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്തോ നീണ അടിച്ച് പൊട്ടിച്ച് ഏക്കെ ഉള്ളി ഗീ 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 ഗീയിലിട്ട് മുക്കി കറക്കി എടുക്കുകയാണ്. ഓ കറി ഇതാണ് കേട്ടാ. ഏതെന്നാ? കത്തിരിക്ക ബ്രിഞ്ചോൾ കറിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. തീർന്നാടി. അവിടെ പോവാം. വേറെ എവിടെ സ്ഥലമില്ല. ഏട്ടൻ ബാട്ടിച്ചോക്ക കഴിക്കണ നേരം നമുക്കൊരു കപ്പലണ്ടി വാങ്ങിച്ച് കഴിക്കാം. ഇവിടെ ഭയങ്കര തിരക്കാണെന്ന് തോന്നുന്നു. ഈ പ്രോട്ടീൻ ആയിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് വാങ്ങിച്ചാൽ മതിയായിരുന്നു നേരത്തെ. കടല മുളപ്പിച്ചത്, പയർ മുളപ്പിച്ചത്, ഉലുവ മുളപ്പിച്ചത്, കപ്പലണ്ടി മുളപ്പിച്ചത് എല്ലാം ഉണ്ട്. അയ്യോ തീർന്നിന് അയാൾ ഒന്നേന്ന് ഉണ്ടാക്കണം. കിട്ടിയില്ല നമുക്ക്. നമുക്ക് മുന്നേ വന്നു നിന്നവര് അവിടെ നിൽക്കണേ ഉള്ളൂ. വാ അച്ഛൻ്റെ അടുത്തോട്ട് പോവാം. കുഴപ്പമില്ല, അച്ഛൻ കൊണ്ടുപോയി. നമ്മളിനി രാജാവിന്റെ കൊട്ടാരത്തിൽ കയറണേ. കൊട്ടാരമാണോ അമ്പലമാണോ എന്നറിയില്ല. പയറ് മുളപ്പിച്ചത് ഇഷ്ടമായില്ല. അതാണ് ചക്രവർത്തി മഹാരാജ ദശരഥ ജി കാ രാജ്മഹൽ. പൊട്ടിപ്പൊളിഞ്ഞ കിടക്കുന്ന പഴയ കൊട്ടാരം. ജസ്റ്റ് അകത്ത് കാണാനൊന്നും ഇല്ലെന്ന് തോന്നണം. ഓ ഇത് അമ്പലമാണോ അത് കൊട്ടാരമാണോ? എന്താണ് സംഭവം? അമ്പലമാണോ? കൊട്ടാരത്തിന് അമ്പലമാക്കിയതാണോ എന്താണെന്ന് അറിയില്ല. കയറി നോക്കാം അപ്പം അറിയാം എന്താണെന്ന്. നട അടച്ചേക്കണേ. കൊട്ടാരത്തിന് അമ്പലമാക്കിയതായിരിക്കാം. രാജ്മഹൽ എന്നുള്ളിൽ കൊടുത്തേക്കുന്നത്. പൂജ നടക്കണം കേട്ടോ. ഇങ്ങ വാ പൊന്നു, അവിടെ ഇരിക്കാം. വാ അവിടെ ഇരിക്കാം. വാ കാല് കഴിക്കണം. 6 മണിക്ക് നടക്കാൻ തുടങ്ങി. 6 മണിക്കല്ലല്ലോ, 5:30 മണിക്ക് നടക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോഴാണ് നമ്മളൊന്നിരുന്നത് അല്ലേടാ. ഇതെന്റെ വസ്ത്രയിലെ ചുരിദാറാണ്. ഇട്ടിട്ടൊന്നും അറിയാൻ പാടില്ല. മറ്റേ ലക്നൗ ത്രെഡ് മെറ്റീരിയൽ. ഇത് അമ്പലം കേട്ടോ. ഞാൻ കരുതി കൊട്ടാരമായിരിക്കും. അമ്പലമായിരുന്നു, നല്ല വലിയ അമ്പലം. പൈസ ഇല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യാൻ ഗൂഗിൾ പേ കൊണ്ടിരിക്കുകയാണ് സ്വാമി. ഇനി നമുക്ക് ഒരു സ്ഥലം കൂടെ ഇവിടെ കാണാനുള്ളൂ. ഇത് കനക് വസന്ത, കനക് ഭവൻ എന്താണെന്ന് അറിയില്ല. അത് ഇതുപോലെ എന്തെങ്കിലും അമ്പലമായിരിക്കും. ഞാൻ ഇവിടെ കൂടെ പോവാം. പോയിട്ട് അയോധ്യയുടെ ഫ്രണ്ട് കിട്ടുമെന്ന് നോക്കാം. ഇതുവഴിയാണ് കനക് ഭവനിലേക്ക് പോകുന്നത്. ഇവിടെ സ്ട്രീറ്റ് ഉള്ള കേട്ടോ നിറച്ച്. വേറൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങ് വാങ്ങിച്ചോളാൻ വയ്യ.
ഷോപ്പിങ്ങിന് പോവാന്ന് ഇതൊക്കെ നിർത്തിയിട്ട്. രുദ്രാക്ഷം കിടക്കുന്നത്, രുദ്രാക്ഷമാലകള്. ഇവിടെ കനക് ഭവന്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. എല്ലാ ഭാഷയിലും ഉണ്ട് കേട്ടോ. എല്ലാ ഭാഷയെന്ന് പറഞ്ഞാൽ അറബ്, ചൈനീസോ ജാപ്പനീസോ അങ്ങനെ ഏതൊക്കെ ഭാഷയിലുണ്ട്. ഇംഗ്ലീഷ് ഏതൊക്കെയോ ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു നല്ല സ്ട്രീറ്റ് കേട്ടോ, കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സ്ട്രീറ്റ്. പുള്ളി നോക്കിയാണ് ഞാനിത് ആരോട് സംസാരിച്ചുകൊണ്ട് പോകുന്നത്. ഇവിടെ എല്ലാം നോർത്ത് ഇന്ത്യൻസ് വള വാങ്ങാനാണ് കൂടുതൽ, നല്ല ഭംഗിയുള്ള വളകൾ വാങ്ങാൻ വളക്കടയിലാണ് തിരക്ക് കൂടുതൽ. ഭോജൻ സർക്കാർ റസോയ്യ ഇതൊന്നും ചോദിച്ചേക്കുന്നത്. അമൃതാലി. ഇവിടെ അയോധ്യയിൽ അന്നദാനം ഉണ്ട് കേട്ടോ. 11 മണി തൊട്ടെന്തോ ആണ് അന്നദാനം തുടങ്ങുന്നത്. പക്ഷെ അതെവിടെയാണെന്നറിയില്ല. പ്രസാദമൊന്നും വേണ്ട. ഭയങ്കര മധുരമാണത്. അതിനകത്ത് ഏലക്കയുടെ ഒക്കെ ടേസ്റ്റാണ്. അതാണ് കനക് ഭവൻ. ഇതും അമ്പലം കേട്ടോ. കുറച്ച് ദൂരമുള്ള എല്ലാം അടുത്തടുത്ത് തന്നെ കേട്ടോ. 500 മീറ്റർ എല്ലാം 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് എല്ലാം. വെള്ള അമ്പലം കേട്ടത്. ഇതിനകത്ത് ആരാണാവോ പ്രതിഷ്ഠ? ഒരാള് വീഡിയോ എടുത്തപ്പോ താഴെ കിടന്നാണ്, സ്റ്റെപ്പ് കണ്ടില്ലെന്ന്. സീതയുടെ കാൽപാദം കാണിച്ചു തരാവേ. അവിടെ ചോട്ടല്ലേ, ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, എന്തോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തോടാ, എന്തോ കുണ്ട്. കേറാം. അവിടെയാണ് സീതയുടെ കാൽപാദങ്ങൾ. ഹനുമാൻ കൊണ്ടുവന്ന എന്തോ ഹനുമാൻജി മഹാരാജ് അതിന്റെ തുളസി ഇതാണ് ഹനുമാൻ സ്വാമി കൊണ്ടുവന്ന. भैया ये क्या है? भैया क्या है? അവർക്ക് അറിഞ്ഞൂടാ, അത് വേറെ കാര്യം. നമ്മളെ കനക് ഭവനും തൊഴുതിറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ കാണാൻ വേറെ സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. നമുക്കിനി നേരെ വീണ്ടും അയോധ്യയുടെ അമ്പലത്തിന്റെ റാം മന്ദിറിന്റെ വിടൂല, തേച്ചിട്ട് വിടും. റാം മന്ദിറിന്റെ ഫ്രണ്ട് ഫസ്റ്റ് ഗേറ്റിന്റെ അവിടെ പോയി ഒരു വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാതെ. എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുത്തൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ മഞ്ഞ് കാരണം, അതായത് ഫ്രണ്ട് ഗേറ്റിന്റെ അവിടെ മഞ്ഞ് കാരണം കിട്ടുമോന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം, എന്നിട്ട് റൂമിൽ പോവാം. രാവിലെ ഇവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ തിരക്ക് നോക്ക്. ഇതൊക്കെ കിളി നോക്ക്, കുഞ്ഞു കിളി, എന്താ കുരുവി കിളിയെ പോലെ. മറ്റേ ചീട്ടെടുക്കുന്നതാണെന്ന് തോന്നുന്നു. ഇനി വേദയ്ക്ക് അവളുടെ ഫ്രണ്ട്സിന് കമലമാലയും കണ്ട് വാങ്ങണമെന്ന് അവിടെ ആ കടയിൽ നിന്ന് വാങ്ങിക്കാം. ഒരു മനുഷ്യരുണ്ടായിരുന്നില്ലേ രാവിലെ. ഇപ്പൊ കടകളെല്ലാം തുറന്ന് നല്ല സജീവമായി. 11 മണിയാവും. അപ്പുറത്തെ കടയില്ല, വള വാങ്ങിക്കാം. നല്ല വളകളിരിക്കുന്നു. കമ്മൽ ഇവിടെ ഇല്ല, കമ്മലില്ല. ഇതൊക്കെ കമ്മൽ മതി. കമ്മൽ അവിടെ ആരോ വെച്ചോണ്ടിരിക്കുന്ന കണ്ട്, അത് അങ്ങനെയായിരുന്നു. എനിക്ക് കിട്ടണേ 50 നല്ല നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് ഇതിട്ടേക്കണ കാണൂല. എന്നെ വാങ്ങിക്കായിരുന്നു. എന്താ ഞാൻ ഇട്ടേക്കൊള്ളൂലേ? എന്താ എനിക്ക് തന്നും പാടില്ലേ? നമ്മൾ രാവിലെ വന്നപ്പോഴേ തിരക്കൊട്ടുണ്ടായിരുന്നു. വീണ്ടും നമ്മൾ അമ്പലത്തിന്റെ പരിസരത്തിൽ എത്തിയിട്ടില്ലേ. ഇപ്പൊ നല്ല തിരക്കുണ്ട്. രാവിലെ ആരും ഉണ്ടായിരുന്നില്ല. നമ്മൾ ആ ദർശനത്തിലുള്ള കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നു. 5:30 തുറക്കത്തുള്ളൂ കേട്ടോ, അമ്പലം തുറക്കത്തുള്ളൂ. അപ്പൊ നല്ല തിരക്കുണ്ട്. ഈ ഇവിടെ മാത്രമല്ല, ഇതിന്റെ പരിസരത്തുള്ള എല്ലാ അമ്പലങ്ങളിലും നല്ല തിരക്കുണ്ട്.
നല്ല മണം, നല്ല ശാമ്പ്രാണി രേന്തിൻ്റെ നല്ല മണം. അവരുടെ ഗോശാല കേട്ടോ, അഞ്ജനി ഗൗശാല. നിറയെ പശുക്കളൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മൾ കയറുന്ന ഫസ്റ്റ് ഗേറ്റിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും നമ്മൾ അയോധ്യ ഏകദേശം ഈ ചുറ്റളവിലുള്ള എല്ലാ അമ്പലങ്ങളും കണ്ടു. ഇവിടങ്ങളിൽ മൊത്തം എല്ലാം നമ്മൾ കറങ്ങി നടന്ന് കണ്ടു കേട്ടോ. ഇനി ഇവിടെ ഒന്നും കാണാനില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇതാണ് അയോധ്യയുടെ ഒരു ഫ്രണ്ട് സൈഡ് ഫസ്റ്റ് ഗേറ്റ് എന്ന് പറയുന്നത്. ഇതുവഴിയാണ് നമ്മൾ അകത്തേക്ക് വന്നത്. ഒരു രക്ഷയില്ല കേട്ടോ, നമുക്ക് നല്ലൊരു അയോധ്യയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കിയിട്ടൊന്നും ഒരു ഇതുമില്ല. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കിട്ടുന്ന കടകളുണ്ട്. അതാണ്ട് ദോശ എല്ലാം കഴിക്കുന്ന ഉടുപ്പി റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. വേണ്ട വേണ്ട. 4 कलर है, 1 2 3 और रेड कलर व्हाइट कलर 5 कलर। कितना है? 70. നമ്മള് ഒരു ഓട്ടോ പിടിച്ച് നേരെ റൂമിലേക്ക് പോവാണ്. ഇവിടെ ഇനി വേറെ ഒന്നും കാണാനായിട്ടില്ല കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കവർ ചെയ്തു. ഇനി ഏതെങ്കിലും ഉണ്ടെങ്കിൽ അറിയില്ല, അറിയാൻ പറ്റാത്ത സ്ഥലങ്ങളേ ഉള്ളൂ. നമ്മൾ അവിടെ കണ്ടതും കേട്ടതുമായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. നേരെ റൂമിലേക്ക് പോവാണ്. ഇപ്പൊ സമയം 11 മണി എന്തോ ആയിട്ടുള്ളൂ കേട്ടോ. നല്ല മഞ്ഞുണ്ട്. 11 മണിയായിട്ടും മഞ്ഞൊന്നും മാറിയിട്ടില്ല. ഇനി ഇവിടെ വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല കേട്ടോ. വേറെ ഇനി പോവാനൊന്നും സ്ഥലമില്ല. നേരെ റൂമിൽ പോവുക, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുക. നാളെ രാവിലെ നമ്മൾ ഉത്തരാഖണ്ഡിലേക്ക് പോവുകയാണേ. റൂം എത്തി. അയ്യോ തണുക്കണേ. ഇതാണ് വസ്ത്രയുടെ ഡ്രസ്സ് കേട്ടോ, ലക്നൗ ചുരിദാർ ത്രെഡ് മെറ്റീരിയൽ. അയ്യോ തണുക്കണേ, സത്യമായിട്ടും തണുക്കണേ. നല്ല തണുപ്പുണ്ട്. ഇത് ജാക്കറ്റ് ഇടുമ്പോൾ കുഴപ്പമില്ല, അല്ലെങ്കിൽ എനിക്ക് പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഇവിടെ റൂമിൽ ഭയങ്കര തണുപ്പ്, വിറയ്ക്കണം ഞാൻ. നമ്മളെടുത്ത റൂം 3500 രൂപ കേട്ടോ. ഒരു കാശിന് കൊള്ളില്ല. റൂം കുഴപ്പമില്ല, അല്ല 3500 രൂപയ്ക്ക് അതൊന്നും ഒട്ടുമില്ല. ഇവിടെ വേറെ കമ്മൽ വാങ്ങിച്ചത് എൻ്റെ കിടക്കുകയാണ്. അതായത് അവരുടെ സർവീസ് ഒന്നും കൊള്ളില്ല. ഇന്നലെ ലിഫ്റ്റൊന്നും ഫുൾ വർക്കിംഗ് അല്ലായിരുന്നു. പൈപ്പൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു കയ്യിൽ വരും കേട്ടോ. 3500 രൂപ കൊടുത്തെടുത്ത റൂമാണേ. പിന്നെ ഞങ്ങളിപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് പോവുകയാണേ. ലഞ്ച് കൂടെ കഴിച്ചിട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. നമ്മൾ വേറെ എങ്ങും പോകുന്നില്ല. ലഞ്ച് കഴിച്ചിട്ട് ഇന്ന് രാവിലെ എണീറ്റു, നല്ല തണുപ്പ്. ലഞ്ച് കഴിച്ചിട്ട് ഒന്ന് സുഖമായിട്ട് കിടന്നുറങ്ങും. എന്നിട്ട് എഴുന്നേക്കും, ചായ കുടിക്കാൻ പോവും, വീണ്ടും ഡിന്നർ കഴിക്കും, വീണ്ടും വന്ന് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ ഉത്തരാഖണ്ഡിൽ പോകും. ഇവിടെ വേറെ ഇനി കാണാനായിട്ട് ഉണ്ടാവും. ഇനി നമ്മൾ പോകുന്നില്ല, കിടന്നുറങ്ങും. എത്ര തന്നെ. മഞ്ഞൊക്കെ ഉണ്ട്, ഭയങ്കരമായിട്ട് മഞ്ഞുണ്ട്. തണുപ്പ് വലിയ രീതിയിലില്ല. ജാക്കറ്റ് ഇടുമ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഇതെന്താണ്, സൂപ്പാണോ? പ്ലേറ്റ് എന്തിനവിടെ കൊണ്ടുവച്ചെന്ന് എനിക്ക് മനസ്സിലാവില്ല. സൂപ്പായിട്ട് വേണമെങ്കിലും കഴിക്കുക, അതുകൊണ്ടായിരിക്കും. ഘാട്ടുകളിൽ നിന്ന് കഴിക്കുന്ന ടേസ്റ്റ് ഉണ്ടാവുമോ എന്തോ. വിലയും 150 രൂപ കണ്ടാണ്. അവിടെ 50 രൂപ ഉള്ളൂ. കഴിച്ചോട്ടെ, കൊള്ളാമോ? കൊള്ളാം. കാട്ടുകളിൽ നിന്ന് കഴിക്കുന്ന ടേസ്റ്റൊക്കെ ഉണ്ട്. കൊള്ളാമല്ലേ? കൊള്ളാം. 150 രൂപ, അവിടെ 50 രൂപയ്ക്ക് കിട്ടും. ഇവിടെ പിന്നെ സെഷ്വൻ സോസ്. ഏട്ടൻ നൂഡിൽ ഫ്രൈഡ് റൈസ് ആട്ടോ ഓർഡർ ചെയ്തത്. കൊള്ളാം. ഒരു മാഗി നൂഡിൽസും ഒരു ഫ്രൈഡ് റൈസും ഒരുപോലെ വെള്ളത്തിനും കൂടി 440 രൂപ. ഈ ഹോട്ടൽ ഭയങ്കര കത്തിയാണ്, അല്ലാതെ വലിയ സംഭവമൊന്നുമല്ല കേട്ടോ. ആ റൂം 3500 രൂപയ്ക്ക് എന്ത് കുന്തമുണ്ടെന്ന് നോക്കിയേ. വന്നിട്ട് റൂമും പോരാ, റൂം കുഴപ്പമില്ല, ടോയ്ലറ്റൊന്നും പോരാ, സർവീസ് കൊള്ളൂല, ഫുഡിനൊക്കെ കത്തി വില, പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വിശേഷം ഇവിടെ നിർത്താം. ഇനി വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ പോയി കിടന്നൊരു ഉറങ്ങും. വൈകുന്നേരം എഴുന്നേക്ക് ഒരു ചായ കുടിക്കാൻ പോവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിന്നർ കഴിക്കാൻ പോവും. വീണ്ടും വന്ന് കിടന്ന് ഉറങ്ങാം. അപ്പോൾ ഇനി ഞാൻ അതുകൂടെയൊക്കെ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ ഭയങ്കര ലെങ്ത് ആയിപ്പോവും. നമുക്ക് ഒറ്റ വീഡിയോ ആയിട്ട് ഇടാമെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിർത്തുന്നത്.
അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. നാളെ നമ്മൾ ഉത്തരാഖണ്ഡിലേക്ക് പോവുകയാണ്. അവിടെ ഖാസർ ദേവി ടെമ്പിളിലേക്ക് പോവുകയാണ്. അധികം ആർക്കും അറിഞ്ഞൂടായിരിക്കും ഖാസർ ദേവി ടെമ്പിളിനെ പറ്റി. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ എന്തായാലും ടാറ്റാ, ബൈ.